നമസ്കാരം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ പച്ചക്കൊടി വീണിരിക്കുകയാണ്. പദ്ധതികൾക്കായി 9.526 ഹെക്ടർ വനം ഉൾപ്പെടെ 134.1 ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്താൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി സംവേദന മേഖലയ്ക്ക് പുറത്തുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ പദ്ധതികൾക്കായി ഭൂമി അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറയുന്നുണ്ട്. മാർച്ചിൽ നടന്ന യോഗത്തിലായിരുന്നു വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉത്തരവ് വന്നത്. ഏറ്റെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലം സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള ഭൂമിയാണെങ്കിലും വനഭൂമിയല്ല. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ആയതിനാൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും പോലെ തന്നെയായിരിക്കും ഇതിന്റെ നടപടികളെന്നും അധികൃതർ പറഞ്ഞു. പാതയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾക്കായി 88.88 കോടി രൂപ ദേശീയപാത അതോറിറ്റി കെട്ടിവെക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ബോർഡ് സ്ഥലം ഏറ്റെടുപ്പിന് അനുമതി നൽകിയത്. കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഫണ്ടിലേക്കാണ് കെട്ടിവയ്ക്കേണ്ടത്. ദേശീയപാത 66 കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്ന് തുടങ്ങി ദേശീയപാത 544 പാലക്കാട് മരുത റോഡ് വരെ 121 കിലോമീറ്ററാണ് പാത വരുന്നത്. 7,937 കോടി രൂപ ചിലവിൽ അതിവേഗ ഇടനാഴിയായാണ് റോഡ് വികസിപ്പിക്കുക. പണി പൂർത്തിയായാൽ കോഴിക്കോട് പാലക്കാട് യാത്ര 1.5 മണിക്കൂർ കൊണ്ട് സാധ്യമാകും. ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി 10,000 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ 120 കിലോമീറ്ററാണ് പാത കടന്നു പോവുക. നിലവിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാത 966 ബദൽ പാതയായാണ് ഗ്രീൻഫീൽഡ് പാത അറിയപ്പെടുന്നത്. 3 ജില്ലകളിലും പാതയ്ക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുപ്പ് അവസാന ഘട്ടത്തിലായിരുന്നു. ഏറ്റെടുത്ത സ്ഥലത്തിന്റെ എല്ലാം തുക നൽകി കഴിഞ്ഞു. 45 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. 4 വരി പാതയാണ് നിർമ്മിക്കുന്നത്. 21 വില്ലേജുകളിലൂടെയാണ് ഗ്രീൻഫീൽഡ് പാത കടന്നു പോകുന്നത്. 61.3 കിലോമീറ്ററാണ് ദൂരം. ലാൻഡ് റവന്യൂ, സോഷ്യൽ ഫോറസ്ട്രി, പൊതുമരാമത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകൾ പൂർത്തിയായത്. പാലക്കാട് ജില്ലയിൽ ഭൂമി ഏറ്റെടുക്കൽ 85% പൂർത്തിയായതായി അറിയിച്ചിരുന്നു. 1,755.88 കോടി രൂപയായിരുന്നു ഇതിനായി കേന്ദ്രം പാലക്കാട് ജില്ലയ്ക്ക് അനുവദിച്ചത്. ഇത് മുഴുവൻ വിതരണം ചെയ്തു കഴിഞ്ഞു. 276 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ ഏകദേശം 10 ഹെക്ടറോളം വനഭൂമിയുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഇതിന്റെ സർവേ നടപടികളും പൂർത്തിയാക്കുമെന്നും സ്ഥലം ഏറ്റെടുപ്പ് വിഭാഗം സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ അന്ന് അറിയിച്ചിരുന്നു.